Welcome to Business Expansion Secrets. ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്സ്. എന്ത് ചെയ്യണം എന്ന് പഠിക്കുന്നതിന്റെ പേരാണ് നോളജ്, അറിവ്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കുന്നതിന്റെ പേരാണ് തിരിച്ചറിവ് അല്ലെങ്കിൽ വിസ്ഡം. ഇപ്പൊ നോളജ് എന്താണ്? വാട്ട് ടു ഡു, എന്ത് ചെയ്യണം. അതിപ്പോ നിങ്ങൾ ChatGPT നോക്കിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകൾ വായിച്ചാലോ ഏതെങ്കിലും കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ട്രാറ്റജി കിട്ടും. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ 101 മാർഗങ്ങൾ, കുറെ ബുക്കുകൾ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ മേടിച്ച് വായിച്ച ഇഷ്ടം പോലെ സ്ട്രാറ്റജി കിട്ടും. പക്ഷെ ഇതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. വിച്ച് മീൻസ് വിസ്ഡം, ജ്ഞാനം. നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എക്സ്പാൻഷനിലേക്ക് പോയവർക്ക്, ബിസിനസ് വലുതാക്കാൻ ശ്രമിച്ചവർക്ക് എവിടെയാണ് പാളിപ്പോയത്, എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയും. ചിലപ്പോ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നും, ചിലപ്പോ ഇതൊക്കെ എന്താടാ ദാസ നമുക്ക് നേരത്തെ തോന്നാഞ്ഞ് എന്ന് തോന്നും, അല്ലെങ്കിൽ ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാൻ തോന്നും. ഇങ്ങനെ പല തോന്നലുകൾ നമുക്കുണ്ടാവും. പക്ഷേ ഒട്ടും താമസിച്ചിട്ടില്ല, നമുക്ക് തുടങ്ങാം. ഇനിയെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും അറിയാതെ പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അറിയുന്നതല്ല. മിക്ക ബിസിനസ് ഓണേഴ്സിനും അവരുടെ ബിസിനസ്സിനെ വലുതാക്കണം, എക്സ്പാൻഡ് ചെയ്യണം, വലുതാക്കണം. പക്ഷേ റിയാലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൺ ഓഫ് ദം ആർ റെഡി ടു എക്സ്പാൻഡ്. ആ ബിസിനസ് എക്സ്പാൻഷൻ കേപ്പബിലിറ്റി നേടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. എക്സ്പാൻഷൻ എന്ന് ചിന്തിക്കുമ്പോൾ ബിസിനസ്സുകാരുടെ മനസ്സിലേക്ക് പോകുന്നത് വലിയ ഓഫീസ്, വലിയ ടീം, കൂടുതൽ റവന്യൂ, കൂടുതൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. എന്നിട്ട് ഇതിനെ അവരൊരു പേരിട്ട് വിളിക്കും അവർ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻ. വലിയ ഓഫീസും വലിയ ടീമും വലിയ റവന്യൂവും വലിയ ഇൻഫ്രാസ്ട്രക്ചറും, ഇതിനെ ഒരു ഓമന പേരിട്ട് വിളിക്കും അവർ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻ. പക്ഷേ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാതെ നിങ്ങൾ ഇനി എത്ര വലിയ ബുർജ് ഖലീഫ പണിഞ്ഞെന്ന് പറഞ്ഞാലും ഇഫ് ഫൗണ്ടേഷൻ ഈസ് വീക്ക്, അതൊരു ഷെഡ് ആണെങ്കിൽ പോലും ചെറിയൊരു കാറ്റ് വന്നാൽ മതി, അത് മറിഞ്ഞു വീഴും. സോ ഈ എക്സ്പാൻഷനിൽ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കൂട്ടാൻ പോവുകയാണ്. സ്പീഡ് കൂട്ടുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ റെഡിയായ വണ്ടി മാത്രം സ്പീഡിൽ പോയാൽ മതി. വണ്ടി റെഡിയാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ പൈലറ്റും കോ പൈലറ്റും ഇവര് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ശരി, ഇവരുടെ കയ്യിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇവർ ക്രോസ് ചെക്ക് ചെയ്യും. ഒരാളല്ല, രണ്ടുപേരും നോക്കും. ഇത് ആ സ്വിച്ച് ഓൺ ആണോ, ഇത് ഓഫ് ആണോ, അത് കറക്റ്റ് ആണോ, ഇത് കറക്റ്റ് ആണോ, ഫ്യൂവൽ ടാങ്കിന്റെ മെഷർമെന്റ് കറക്റ്റ് ആണോ, ഈ സിഗ്നൽ ഉണ്ടോ, ആ ലൈറ്റ് ഉണ്ടോ, ഇതുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യും ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട്. ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്ക് ലിസ്റ്റ്. അതിനുശേഷം മാത്രമേ, ആ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ ഫ്ലൈറ്റിന് ക്ലിയറൻസ് കിട്ടൂ ഫോർ ടേക്ക് ഓഫ്. നമ്മുടെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അവർ ബിസിനസ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ ടേക്ക് ഓഫ്. ആ ടേക്ക് ഓഫിന് മുന്നേ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഡേ 1 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഇത് റെഡി ആവാതെ ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് ടിക്ക് വീഴാതെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് പൊക്കാം, ആർക്ക് വേണമെങ്കിലും പൊക്കാം, ബട്ട് ഇറ്റ് വിൽ നെവർ ഗെറ്റ് ഇൻ ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ അത് കൊളാപ്സ്ഡ് ആയിരിക്കും, അത് തകർന്നു വീഴും. സോ ആ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആ ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, അതായത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണം എങ്കിൽ ഇതിനു മുന്നേ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാനുള്ള പെർമിഷൻ തരേണ്ട ഒരു
6 ഗേറ്റുകളുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 6 ഗേറ്റുകൾ. ഇത് ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2, ഗേറ്റ് നമ്പർ 3, gate number 4, gate number 5, and gate number 6. ഈ 6 ഗേറ്റിന്റെ അവിടെയും ഒരു വാച്ച്മാൻ നിപ്പുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാനാണ് ആ വാച്ച്മാൻ. 6 ഗേറ്റിന്റെ അവിടെ ഞാനുണ്ട്. ഈ 6 ഗേറ്റിന്റെ അവിടെ ഞാൻ നിൽക്കുന്നത് 2 ഫ്ലാഗുമായിട്ടാണ് നിൽക്കുന്നത്. 2 ഫ്ലാഗ്, 2 കൊടി എൻ്റെ കയ്യിലുണ്ട്. ഒരു കൊടിയാണ് ഗ്രീൻ ഫ്ലാഗ്, ഗ്രീൻ. നിങ്ങൾ അതിന് ഓക്കെ ആണെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് പൊക്കും, യു ക്യാൻ ഗോ ഇൻ. അതല്ല എങ്കിൽ അവിടെ ഒരു റെഡ് ഫ്ലാഗ് ആയിരിക്കും പൊങ്ങുന്നത്, വിച്ച് മീൻസ് യു ആർ നോട്ട് റെഡി. ആ ഗേറ്റ് കടക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. സോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്ത് ചെയ്യണം എന്ന് ഞാൻ പഠിപ്പിക്കത്തില്ല, എന്ത് ചെയ്യണം എന്ന് ഞാൻ പഠിപ്പിക്കില്ല. അത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. മീൻ വിശന്നിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും മീൻ പിടിച്ച് തരില്ല, പക്ഷെ മീൻ പിടിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാൻ പോവുകയാണ്. നിങ്ങൾ ഒരു വേൾഡ് ക്ലാസ് ബിസിനസ് കൺസൾട്ടന്റ് ആകാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിൽ ഈ റെഡ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് യൂസ് ചെയ്യാൻ നിങ്ങൾ എലിജിബിലിറ്റി നേടാൻ പോവുകയാണ് ഇന്ന്. എക്സ്പാൻഷൻ എന്ന് പറയുന്ന 7ാമത്തെ സ്റ്റെപ്പിന് മുന്നേ ഒരു 6 ഗേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ 6 ഗേറ്റിൽ ഗ്രീൻ ഫ്ലാഗ് കിട്ടുന്നവർക്ക് മാത്രമേ ബിസിനസ് എക്സ്പാൻഷനിലേക്ക് പോകാൻ, ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ. അല്ലാതെ പോകുന്ന ഒരു ഫ്ലൈറ്റിനും അവിടെ ഇരിക്കുന്നവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതെങ്ങോട്ടാ പോകുന്നത്, എന്താ സംഭവിക്കുന്നത്, അതിനെന്ത് സംഭവിച്ചാലും നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. എന്താണ് ബിസിനസ് എക്സ്പാൻഷൻ? അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. ബിസിനസ് അല്ല ശരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്, വി ആർ എക്സ്പാൻഡിങ് എ സിസ്റ്റം. ബിസിനസ്സിനെ നമുക്ക് വലുതാക്കാൻ പറ്റില്ല, നമ്മുടെ സിസ്റ്റത്തിനെയാണ് ആക്ച്വലി നമ്മൾ വലുതാക്കുന്നത്. അതാദ്യം മനസ്സിലാക്കാം. വി ആർ എക്സ്പാൻഡിങ് എ സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു കാര്യത്തെ സിസ്റ്റം എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വർക്കിംഗ് വിത്തൗട്ട് യു. ഞാനില്ലാതെ അത് പ്രവർത്തിക്കുന്നതിനെയാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. ഞാൻ അവിടെ ആവശ്യമുണ്ട് എങ്കിൽ വി ക്യാൻ നെവർ കോൾ ഇറ്റ് ആസ് എ സിസ്റ്റം. ഇറ്റ് ഈസ് എ പേഴ്സൺ ഡിപ്പെൻഡന്റ് കമ്പനി. അതിനെ ഒരു ഹൈ പെയ്ഡ് ജോബ് ആയിട്ട് കണ്ടാൽ മതി. ഒരു ഹൈ പെയ്ഡ് ജോബ്, അത്രയേ ഉള്ളൂ. സോ ഈ ബിസിനസിന്റെ അകത്തെ ഏറ്റവും വലിയ കള്ളം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ അങ്ങ് സ്കെയിലപ്പ് ചെയ്തേരെ, കുറച്ച് കാശ് ഇറക്കുക, ആഡ് ഇറക്കുക, കുറച്ച് ബ്രാഞ്ചുകൾ ഇടുക, കൂടുതൽ ആളിനെ ഹയർ ചെയ്യുക, ജസ്റ്റ് ഗോ ബിഗർ, ജസ്റ്റ് ഗോ ബിഗർ. ആഡ് ഇട്ട്, ആളിനെ എടുത്ത്, ഓഫീസ് ഇട്ട്, ബ്രാഞ്ച് ഇട്ട്, ടീമിനെ എടുത്ത് വലുതാക്കിക്കൊള്ളുക. ആൻഡ് ആയിരക്കണക്കിന് ബിസിനസ്സുകാർ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്തു. ഏത്? വെറുതെ കാശിറക്കി, അത് വെച്ചിട്ട് ബ്രാഞ്ച് ഇറക്കി, അത് വെച്ചിട്ട് ആഡ് ഇറക്കി, അത് വെച്ചിട്ട് ആളിനെ ഇറക്കി, അത് വെച്ചിട്ട് ബിസിനസ് വലുതാക്കാൻ പോയി. അവരൊക്കെ സ്മാർട്ട് ബിസിനസ്സുകാരായിരുന്നു, അവരൊക്കെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അവരൊക്കെ കേപ്പബിൾ ആയിരുന്നു. അവർ ഈ അഡ്വൈസ് ഫോളോ ചെയ്ത്, ഏത്? വലുതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബിഗറാക്കുക, ബിഗറാക്കുക, ബിഗറാക്കുക. പക്ഷേ അവരെല്ലാം ഇന്ന് വലിയ കടത്തിലാണ്. അവരൊക്കെ അവരുടെ ക്ഷമ നശിച്ചു, അവരൊക്കെ അങ്ങ് മടുത്തു. അവരുടെ ആ ബിഗർ ബിസിനസ്സിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല, അവരുടെ ബിസിനസ് ചെറുതായിരുന്നപ്പം അവർക്ക് കിട്ടിയ ലാഭം പോലും ഇപ്പോ ആ വലിയ ബിസിനസ് അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ എന്താണ് റിയൽ ട്രൂത്ത്? ബിസിനസ്സിലെ ഏറ്റവും വലിയ സത്യം എന്താണ്? എക്സ്പാൻഷൻ ഒരിക്കലും സക്സസ് തരുന്നില്ല. നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ അകത്തെ പോരായ്മകൾ തുറന്നു കാട്ടപ്പെടുകയാണ് എക്സ്പാൻഷനിൽ കൂടി സംഭവിക്കുന്നത്.
എപ്പോഴൊക്കെ നിങ്ങൾ വലുതാകാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ആ എക്സ്പാൻഷൻ, ആ ഗ്രോത്ത് നിങ്ങളുടെ പണം വിഴുങ്ങിക്കൊണ്ടേയിരിക്കും. അത് പുതിയ ഓഫീസിന്റെ രൂപത്തിൽ, പുതിയ സിസ്റ്റത്തിന്റെ രൂപത്തിൽ, പുതിയ ആളുകളുടെ രൂപത്തിൽ, പുതിയ അഡ്വർടൈസ്മെന്റ് രൂപത്തിൽ, പുതിയ കസ്റ്റമേഴ്സ് അക്വിസിഷന്റെ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ അല്ലെ നിങ്ങൾ കടമെടുത്ത പണം വിഴുങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് സത്യം. ഗ്രോത്ത് ഈറ്റ്സ് മണി. എപ്പോഴൊക്കെ നിങ്ങൾ വളരാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് പണം നഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം. സോ നമ്മുടെ സിസ്റ്റം വീക്കാണ് എങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത്, എക്സ്പാൻഷനിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ഓർ ഇറ്റ് ബ്രേക്ക് ഫാസ്റ്റർ. പെട്ടെന്ന് പൊട്ടി. സോ ദിസ് ഈസ് എ ഫ്രെയിം വർക്ക്. ഈ 6 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഡിസാസ്റ്ററിലേക്ക് പോകാതിരിക്കാൻ ഈ ഫ്രെയിം വർക്ക് നമ്മളെ സഹായിക്കും. ഈ 6 ഗേറ്റ് ശരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് തോന്നും, ഒരു തടസ്സമായിട്ട് തോന്നും, എന്റെ വളർച്ചയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു മതിലായിട്ട് തോന്നും, ഒരു ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതായിട്ടൊക്കെ തോന്നും. ബട്ട് ദിസ് ഈസ് എ റെഡിനെസ് ചെക്ക് ലിസ്റ്റ്. നമ്മൾ ശരിക്കും ബിസിനസ് എക്സ്പാൻഷന് റെഡിയാണോ എന്ന് ഉള്ളതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആണത്. ദേ ആർ ദ ഫൗണ്ടേഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുന്നതിനെ കേവലം ഒരു ഗാംബ്ലിംഗ്, ഒരു ചൂതുകളിയാക്കി മാറ്റുന്നതിന് പകരം ഒരു ഗ്യാരണ്ടീഡ് സക്സസ് ഉറപ്പുവരുത്താൻ ഈ ഫ്രെയിം വർക്ക് നമ്മളെ സഹായിക്കും. ഈ 6 ഗേറ്റിന്റെ ചെക്ക് ലിസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് പൊങ്ങിയാൽ ഗ്യാരണ്ടീഡ് സക്സസ് ഉറപ്പാണ്. കാരണം ഈ 6 ഗേറ്റിന്റെ അവിടെ ഗ്രീൻ ഫ്ലാഗ് കിട്ടിയാൽ യു ക്യാൻ എക്സ്പാൻഡ് വിത്ത് കോൺഫിഡൻസ്. കോൺഫിഡൻസോടുകൂടി നമുക്ക് എക്സ്പാൻഷനിലേക്ക് പോകാൻ പറ്റും. സോ ഏതൊക്കെയാണ് ഈ 6 ഗേറ്റുകൾ? നമ്മൾ ബേസിക് ആയിട്ടൊന്ന് പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചിലത് ഡെപ്തിലേക്ക് പോയി പഠിക്കാം. ഒന്നാമത്തെ ഗേറ്റിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. എനിക്ക് എൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പം ഫിറോസ് പറയാണ് എനിക്ക് എൻ്റെ ബിസിനസ് ഒന്ന് വലുതാക്കണം. അല്ലെ ഫഹദ് പറയാണ് എനിക്ക് എൻ്റെ ബിസിനസ് ഒന്ന് വലുതാക്കണം. അല്ലെ ശ്രീരാജ് പറയാണ് എനിക്ക് എൻ്റെ ബിസിനസ് ഒന്ന് വലുതാക്കണം. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ ഗേറ്റിൽ ഒരു ഗേറ്റ് കീപ്പർ നിപ്പുണ്ട്. നീഞ്ഞു വന്നേ, ചോദിക്കട്ടെ. നിനക്കേ ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിന് ഒരു ഹെഡർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് അട്രാക്ഷൻ. എഴുതിക്കോ. ആ ഗേറ്റിന്റെ സൈഡിൽ ഒരു പേരെഴുതി വെച്ചിരിക്കുന്നു, അട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ ചോദിക്കാം എന്താ അത്? അപ്പൊ ആ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പറയാണ്, നിന്റെ ബിസിനസ്സിലെ നിനക്ക് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് തേടി വരുന്നുണ്ടോ? നീ കസ്റ്റമറെ ചേസ് ചെയ്യാണോ അതോ കസ്റ്റമർ നിന്നെ തേടി വരികയാണോ? അത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ടെലികോളിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ കസ്റ്റമറെ അങ്ങോട്ട് വിളിച്ചിട്ടാ കൊണ്ടുവരുന്നേ. ഒരു കാര്യം ചെയ്, മുമ്പോയ്ക്കോ, യു ആർ നോട്ട് റെഡി ഫോർ എക്സ്പാൻഷൻ. കാരണം ഒരു ബിസിനസ് എക്സ്പാൻഷനിലേക്ക് പോകണം എങ്കിൽ ക്രൈറ്റീരിയ നമ്പർ 1, ഗേറ്റ് നമ്പർ 1, നിലവിലുള്ള ബിസിനസ്സിൽ നിലവിലുള്ള പ്രൊഡക്റ്റും സർവീസും അന്വേഷിച്ച് കസ്റ്റമർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ, അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ ഐ വിൽ ഷോ എ ഗ്രീൻ ഫ്ലാഗ്. ഇപ്പൊ ഇവിടെ ഇത്രയും പേര് ഈ വെബിനാറിൽ ഇരിക്കുന്നു. ഒരാളെ പോലും എൻ്റെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇങ്ങനെ ഒരു വെബിനാർ നടക്കുന്നെന്ന് അറിഞ്ഞു. അത് എന്നാണ് ഡേറ്റ്? അതിന് എത്രയാണ് പേയ്മെന്റ്? ഞാൻ എങ്ങനെ അത് ജോയിൻ ചെയ്യട്ടെ? അതിന്റെ പേരാണ് അട്രാക്ഷൻ. അതിന് പകരം ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വിളിക്കുകയാണ്. എൻ്റെ ഓഫീസിൽ നിന്ന് ചാന്ദിനി വിളിക്കുക, അമ്പിളി മാം അല്ലേ? അതെ, ഞാൻ അനിൽ സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുകയായിരുന്നു. ഞങ്ങളൊരു ട്രെയിനിങ് കമ്പനിയാണ്. അനിൽ സാർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് കോച്ചാണ്. അപ്പൊ ഞങ്ങളൊരു വെബിനാർ നടത്തുന്നു. മാഡം ഇന്ന ദിവസമാണ്, അതിന്റെ പേയ്മെന്റ് ഇത്രയാണ്, മാം താല്പര്യമുണ്ടോ? ഇതാണ് ചേസിങ് കസ്റ്റമർ. ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും എൻ്റെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ചേസ് ചെയ്തിട്ടില്ല. ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നു. ഇതുവരെ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. നിങ്ങൾ തേടി വന്നതാ. ഒരു തവണ പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. പല വെബിനാറിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവും, പല വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ ഇങ്ങനെ
നമ്മളിങ്ങനെ ഓരോന്ന് കൊളുത്തി ഇങ്ങനെ ഇട്ട് തരും. ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂണ്ട കൊളുത്തി ഇങ്ങനെ ഇടത്തില്ലേ, അതുകൂട്ട് കഴിഞ്ഞ 3-4-5-6 വർഷമായിട്ട്, കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ചൂണ്ടയിട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇന്നാ നിങ്ങൾ അതേ കൊളുത്തിയേ, ഇന്നാ കൊളുത്തിയേ. എന്റെ ജോലി ഈ തീറ്റ ഇട്ട് തരിക എന്നുള്ളത് മാത്രമാണ്, ആ ചൂണ്ട കൊളുത്ത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആർ യു ഏബിൾ ടു അട്രാക്ട് കസ്റ്റമർ? നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ വേണ്ടി കസ്റ്റമർ ഇങ്ങോട്ട് തേടി വരികയാണ് എങ്കിൽ ഷോ എ ഗ്രീൻ ഫ്ലാഗ്. ആർക്കൊക്കെ ഉണ്ട് ഗ്രീൻ, ആർക്കൊക്കെ ഉണ്ട് റെഡ്? ചാറ്റിലേക്ക് വന്നിട്ടിട്ടോ ഗ്രീൻ ഓർ റെഡ്. ഗ്രീൻ, ഗുഡ്. ഗ്രീൻ, ഗ്രീൻ, ഗുഡ്, 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 ഗുഡ്. റെഡ്, 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 ഗ്രീൻ, ഗ്രീൻ. ഇതിൻ്റെ അകത്ത് കുറ്റബോധമൊന്നും വേണ്ട, നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. ഓക്കെ. പിന്നെ ആരെ വേണമെങ്കിലും നിങ്ങൾ പറ്റിച്ചു, നിങ്ങളുടെ സത്വത്തോട് നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളോട് കള്ളം പറയാതിരിക്കുക. ഓക്കെ, യെസ്. സോ അവിടെ ഗ്രീൻ കിട്ടിയിട്ടോ റെഡ് കിട്ടിയവർക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് ഇൻഡെപ്ത് പോയി പഠിക്കാം. ആദ്യം നമുക്ക് ഈ ഗ്രീൻ കിട്ടിയവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോട്ടെ. അപ്പോൾ ഒരു ഇത്തിരി സമാധാനം വരും. അപ്പൊ ഇവിടുന്ന് കുറച്ച് പേര് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിന് അടുത്ത ഗേറ്റിന്റെ അവിടെ അടുത്ത ആൾ വിളിച്ചു, നീ ഒന്നേ, വെരി ഗുഡ്, വെരി ഗുഡ്, നീ ആ ഗേറ്റ് കടന്നു അല്ലേ, കൊള്ളാം, 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 ഗുഡ്. അടുത്ത ചോദ്യം, ഇവിടെ ഈ ഗേറ്റിന്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിന്റെ പേരാണ് റിറ്റൻഷൻ. റിറ്റൻഷൻ. റിറ്റൻഷൻ മീൻസ് ഒരിക്കൽ നിന്റെ അടുത്തേക്ക് വന്ന കസ്റ്റമറെ, അപ്പൊ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണല്ലോ. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ആ വന്നതിൽ 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 70% ആളുകളെ റീറ്റെയിൻ ചെയ്യാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? റീറ്റെയിൻ മീൻസ് അവരെ വീണ്ടും 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 നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എന്താണ് രണ്ടാമത്തെ ചോദ്യം? ഒരു വട്ടം നീ കൊണ്ടുവന്നു, വെരി ഗുഡ്. അടുത്ത ചോദ്യം ഇതാണ്, ഇവരെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതായത് 10 കസ്റ്റമർ വന്നാൽ 7 പേരും 70% എപ്പോഴും നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ ഗ്രീൻ, ഇല്ലെങ്കിൽ റെഡ്. ചാറ്റിലേക്ക് വന്നോളൂ, ഗ്രീൻ ഓർ റെഡ്. നിങ്ങൾക്കൊരിക്കൽ വരുന്ന കസ്റ്റമർ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ? ഒരു റെക്കറിംഗ് റവന്യൂ മോഡൽ നിങ്ങൾക്കുണ്ടോ? ഗുഡ്, ഗുഡ്. ഗ്രീൻ, റെഡ്, ഗ്രീൻ, ഗ്രീൻ, ഗ്രീൻ. യെസ്, യെസ്, റെഡ്, റെഡ്. 50-50. ഗ്രീൻ, യെസ്, 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 ഗുഡ്. അപ്പോ ഈ ഗേറ്റും കടന്ന് കുറച്ച് പേര് മുന്നോട്ട് വന്നു. അപ്പൊ ഇവര് എക്സ്പാൻഷൻ എന്ന പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവര് അടുത്ത ഓടി അകത്തോട്ട് പോവാ. ചെല്ലുമ്പോ അടുത്ത ഗേറ്റിന്റെ അവിടെ ഒന്നേ, വെരി ഗുഡ്, മിടുക്കൻ, മിടുക്കൻ, നീ 2 ഗേറ്റ് കടന്നു വന്നു, വെരി ഗുഡ്. പക്ഷെ ആ ഗേറ്റിന്റെ അവിടെ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു, അതിന്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ, ഒപ്റ്റിമൈസേഷൻ. ചോദ്യം ഇതാണ്, നിനക്ക് ആളുകൾ നിന്നെ തേടി വരുന്നുണ്ട്, നിനക്ക് അവരെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. ചോദ്യം ഇതാണ്, ആ കച്ചവടത്തിൽ നിനക്ക് പ്രോഫിറ്റ് ഉണ്ടോ? അതായത് ഈ വരുന്ന ഓരോ കസ്റ്റമറെയും, ഈ നിന്റെ കയ്യിൽ ഇന്ന് നിലവിലുള്ള ഓഫീസ്, സ്റ്റാഫ്, പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ്, മാർക്കറ്റ്, നിന്നെ ഉൾപ്പെടെ ഊറ്റി പിഴിഞ്ഞെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? അതായത് നമ്മൾ ഈ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? ആ റോഡ് സൈഡിൽ ഒരു കരിമ്പ് കയറ്റി, നമ്മൾ വിചാരിച്ച് ഇപ്പൊ കളയും, അവൻ ഒന്നുകൂടെ മടക്കി വീണ്ടും കയറ്റും, നമ്മൾ വിചാരിച്ച് ഇപ്പൊ കളയും, അവൻ 4 മടക്കി വീണ്ടും കയറ്റും, നമ്മൾ വിചാരിച്ച് ഇപ്പൊ കളയും, അവൻ ഒരു കഷ്ണം നാരങ്ങയും ഇഞ്ചിയും എടുത്തു വെച്ചിട്ട് കയറ്റി അതും ഊറ്റിപ്പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അവസാനത്തെ ആ സാധനം എടുത്ത് കളയും, പശു പോലും കഴിക്കത്തില്ല. അതുപോലെ നിന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെയും എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെയും എക്സിസ്റ്റിംഗ് ഓഫീസിനെയും എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിനെയും എക്സിസ്റ്റിംഗ് വെയർഹൗസിനെയും എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെയും എക്സിസ്റ്റിംഗ് മാർക്കറ്റിംഗിനെയും നിന്നെയും കയറ്റിയിറക്കി ഊറ്റിപ്പിഴിഞ്ഞെടുത്തിട്ടുണ്ടോ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉണ്ടെങ്കിൽ ഗ്രീൻ ഫ്ലാഗ്, മാക്സിമം പ്രോഫിറ്റ് എടുത്തു. ഇല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്. ഈ 50-50 വേണ്ട കേട്ടോ, ഏതേലും ഒന്ന്, റെഡ് ഓർ ഗ്രീൻ. യെസ്, ഗുഡ്, ഗുഡ്,
ഗുഡ്. റെഡ്, 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 ഗ്രീൻ, ഗ്രീൻ. യെസ്, യെസ്. റെഡ്, റെഡ്, റെഡ്. ഇതൊന്നും ഒരു പോരായ്മയല്ല. ഇതെല്ലാം നമ്മൾ പരിഹരിക്കാൻ പോകും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, തിരിച്ചറിവുകളാണ്. ഇത് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോയാൽ മതി എന്നുള്ളതാണ് സത്യം. യെസ്, ഓക്കെ. അപ്പൊ ഓപ്റ്റിമൈസേഷൻ. ഈ ഗേറ്റ് കടന്ന് കുറച്ച് പേര് മുന്നോട്ട് വന്നു. ഇപ്പം കണ്ടല്ലോ എത്ര പേര് എവിടൊക്കെ തട്ടി വീണു. ഇവിടെ ഇരിക്കുന്ന 100 പേരിൽ എത്ര പേര് ഒന്നാമത്തെ ഗേറ്റ് കടന്നില്ലെന്ന് നിങ്ങൾ കണ്ടു. രണ്ടാമത്തെ ഗേറ്റ് എത്ര പേര് കടന്നില്ലെന്ന് കണ്ടു. മൂന്നാമത്തെ ഗേറ്റ് എത്തിയപ്പോഴത്തേക്കിന് പകുതിക്ക് കൂടുതൽ പുറത്തുപോയി. അവിടെ കഴിഞ്ഞ് നാലാമത്തെ ഗേറ്റിലേക്കല്ലോ, എക്സലന്റ്, മിടുക്കൻ, നീ പൊളിയാടാ, പൊളി, അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നു നാലാമത്തെ ഗേറ്റിൽ നിൽക്കുന്ന ആ ഗേറ്റ് കീപ്പർ. ആ ഗേറ്റ് കീപ്പറിന്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സിസ്റ്റമൈസേഷൻ. സിസ്റ്റം. ചോദ്യം ഇതാണ്, നിന്റെ ബിസിനസ്സിൽ ഇപ്പം ആള് തേടി വരുന്നുണ്ട്, അവരെ 70% റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിൽ മാക്സിമം പ്രോഫിറ്റും എടുക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, നിന്റെ ബിസിനസ്സിലെ ടോപ്പ് 10 ആക്ടിവിറ്റീസ്, ടോപ്പ് 10 റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ സെയിൽസ് വരാം, മാർക്കറ്റിംഗ് വരാം, പ്രൊഡക്ഷൻ വരാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരാം, ഡെലിവറി വരാം. അങ്ങനെ ഒരു ഏറ്റവും അത്യാവശ്യമായ 10 കാര്യങ്ങൾ, 10 കാര്യങ്ങളിൽ, 10 ഡിപ്പാർട്ട്മെന്റുകളിൽ, 10 ഓപ്പറേഷൻസുകളിൽ സിസ്റ്റം കൊണ്ടുവരാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? അവിടെ SOP ഉണ്ടോ? അവിടെ KPI ഉണ്ടോ? അവിടെ KRA ഉണ്ടോ? അവിടെ റെസ്പോൺസിബിൾ ആളുകളുണ്ടോ? ഇതാണ് ചോദ്യം. സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ടോപ്പ് 10 കാര്യങ്ങളിൽ? ഉണ്ടെങ്കിൽ ഗ്രീൻ ഫ്ലാഗ്, ഇല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്. ഫുൾ സിസ്റ്റം. റെഡ്, 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 ഗ്രീൻ, ഗ്രീൻ, റെഡ്, 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 റെഡ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ബിസിനസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ അല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്, സിസ്റ്റത്തിനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എന്റെ ചോദ്യം, ആ സിസ്റ്റം നിലവിലുള്ള ചെറിയ ബിസിനസ്സിൽ സെറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇത് വളരും തോറും തനിയെ അങ്ങ് നന്നാവുമെന്നോ? അങ്ങനെ ഒരു സാധനം ഈ പ്രകൃതിയിൽ തനിയെ നന്നാവത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നേ നന്നായേനെ. പ്രായം കൂടും തോറും നന്നാവുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ആരായേനെ? ആരും അങ്ങനെ നന്നാവത്തില്ല. പർപ്പസ്ഫുള്ളി നന്നാക്കണം. അപ്പോ ചെറുത് നന്നാക്കാൻ പറ്റാത്ത നമ്മൾ എങ്ങനെയാണ് ഈ വലുത് നന്നാക്കുന്നത്? ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, 2 or 3 പേര് മാത്രമേ ഉള്ളൂ നാലാമത്തെ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകാൻ നമ്മുടെ കൂട്ടത്തിൽ. അവരോടാണ് അടുത്ത ചോദ്യം. അടുത്ത ഗേറ്റിലേക്ക് ചിലപ്പോൾ അവർക്ക് പണിയൊന്നുമില്ല, കാരണം കുറച്ചു പേരെ അവിടെ എത്തിയിട്ടുള്ളൂ. നീ വാ 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 ചോദിക്കട്ടെ, മിടുക്കനാണല്ലോ. ഒന്നാമത്തതിൽ ഗ്രീൻ, കൊള്ളാം. 2 ഗ്രീൻ, 3 ഗ്രീൻ, 4 ഗ്രീൻ, വെരി ഗുഡ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഡെലിഗേഷൻ. നിന്റെ ഈ സിസ്റ്റം ഒക്കെ ഉണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങളുടെ കയ്യിൽ ആ സിസ്റ്റത്തെ റൺ ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ്, കറക്റ്റ് സീറ്റിൽ കറക്റ്റ് ആളുകളാണോ ഇരിക്കുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീമാണോ നിലവിലെ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്നത്? അത് സെയിൽസിലെ ഏറ്റവും ബെസ്റ്റ് സെയിൽസുകാർ, മാർക്കറ്റിംഗിലെ ഏറ്റവും മികച്ച മാർക്കറ്റിംഗുകാർ, പ്രൊഡക്ഷനിലെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻകാർ, പർച്ചേസിലെ ഏറ്റവും മികച്ച പർച്ചേസുകാർ ആണോ? അങ്ങനെ ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ് ആണ് എങ്കിൽ നിങ്ങളുടെ ഡെലിഗേഷൻ പ്രോസസ് കംപ്ലീറ്റഡ് ആണ്. നിനക്ക് അവിടെ വിഷനറി, നമ്മൾ ആരായി മാറും? അവിടെ വിഷനറി ആയി മാറുന്നു. വിഷൻ സെറ്റ് ചെയ്യുന്ന ആള്, അത് കാര്യങ്ങൾ നടപ്പാക്കുന്ന ആളിന്റെ പേര് ഇന്റഗ്രേറ്റർ. നമ്മളല്ല നടപ്പാക്കുന്നത്, നമ്മൾ കേവലം വിഷൻ സെറ്റ് ചെയ്യുന്നു, സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പൊ ചെറ്റിലപ്പള്ളി സാറൊക്കെ ഇരിക്കുന്ന പോലെ, യൂസഫ് അലിക്കൊക്കെ ഇരിക്കുന്ന പോലെ, അവര് എക്സിക്യൂഷനിൽ ഇല്ല. അത് നടപ്പാക്കാൻ അവർക്ക് ഇന്റഗ്രേറ്റേഴ്സ് ഉണ്ട്. അത് പാർട്ട്ണർ ആയിരിക്കും, അത് GM ആയിരിക്കും, അത് മാനേജർ ആയിരിക്കും, അത് മക്കളായിരിക്കും, ഹൂവർ. എനിക്ക് അഖിലാണ്, നിങ്ങളോട് സംസാരിച്ച അഖിലാണ് എൻ്റെ ഇന്റഗ്രേറ്റർ. ഞാൻ ഒരു കാര്യത്തിലും ഇൻവോൾവ് അല്ല. കിങ് മേക്കേഴ്സിന്റെ ഒരു പരിപാടി, ഈ വന്ന സ്റ്റേജിൽ നിന്ന് പഠിപ്പിക്കുന്നതല്ലാത്ത ഒരു കാര്യത്തിലും, അത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഇതിലൊന്നിലും ഞാനില്ല. ഞാൻ അവിടെ 2035 ഒരു വൈഡ് 10 year വിഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
2035 നമ്മൾ എവിടെയാണ് എത്താൻ പോകുന്നത് എന്നൊരു വിഷൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ 2028 ഡിസംബർ 31 എവിടെ എത്തണം എന്നൊരു 3 ഇയർ വിവിഡ് വിഷൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ 2026 ഡിസംബർ 31 എവിടെ എത്തണം എന്ന ടാർഗറ്റ് അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഈ വർഷത്തെ Q2, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, രണ്ടാമത്തെ ക്വാർട്ടറിൽ ജൂൺ 30 എവിടെ എത്തണം എന്നവർക്ക് തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ ജോലിയല്ല. ആ നടപ്പാക്കുന്ന ലീഡറിന്റെ പേരാണ് ഇന്റഗ്രേറ്റർ. വാൾട്ട് ഡിസ്നി എന്ന വിഷണറിക്ക് തന്റെ സഹോദരനായ റോയി ഡിസ്നി ആയിരുന്നു ഇന്റഗ്രേറ്റർ. ഈ ലോകത്ത് നിങ്ങൾ കണ്ടിരിക്കുന്ന ഏതൊരു പ്രതിഭയ്ക്കും അവർക്കൊരു ഇന്റഗ്രേറ്റർ ഉണ്ടായിരുന്നു. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാനും 2021 അത് വീണ്ടും ആവർത്തിക്കാനുമുള്ള കാരണം ഇന്റഗ്രേറ്ററുടെ സ്ഥാനത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ തവണ പിണറായി വിജയൻ എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ അവിടെ അങ്ങനെ ഒരു ഇന്റഗ്രേറ്റർ ആവാൻ ഗോവിന്ദ മാഷിന് പറ്റിയില്ല എന്നുള്ളതാണ്. ആ ഇന്റഗ്രേറ്ററെ നമ്മൾ കണ്ടത് നരേന്ദ്രമോദിക്ക് അമിത്ഷായാണ്. മോദി വിഷണറിയാണ്. എന്ത് ചെയ്യണമെന്നുള്ള ഓവറോൾ പിക്ചർ മാത്രമേ കൊടുക്കൂ. ഇതെല്ലാം നടപ്പാക്കാൻ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആള് അമിത്ഷായാണ്. പക്ഷെ അമിത്ഷാ ഒരിക്കലും പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിക്കില്ല. കോടിയേരി ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കില്ല. അഖിൽ ഒരിക്കലും അനിൽ ബാലചന്ദ്രനാവാൻ ആഗ്രഹിക്കില്ല. അതാണ് ഇന്റഗ്രേറ്റർ. അങ്ങനെ ഒരു ഇന്റഗ്രേറ്റർ ഉൾപ്പെടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെലിഗേഷൻ ഈസ് കംപ്ലീറ്റഡ്. 5ാമത്തെ ഗേറ്റ് ഗ്രീൻ. 4ാമത്തെ ഗേറ്റ് കടന്നവർക്ക് മാർക്കിടാം. നിങ്ങൾക്ക് ഫ്ലാഗ് ഉയർത്താം, റെഡ് ഓർ ഗ്രീൻ. 2-3 പേരെ ഇവിടെ വരെ എത്തിയുള്ളൂ, അതുകൊണ്ട് അവിടെ റെഡ്. അപ്പൊ ഇനി അടുത്ത പറയണ്ടല്ലോ, കാരണം ആരും ഇല്ല അടുത്ത ഗേറ്റിലോട്ട്. എന്നാൽ ഇപ്പോഴൊന്ന് പറഞ്ഞു വെച്ചേക്കാം, പിന്നീട് പോണ്ടതല്ലേ. അപ്പൊ ആ പ്രോസസ് ഒന്ന് അറിഞ്ഞിരുന്നു. ഇതും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു ചോദ്യമുണ്ട്, അവിടെ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓട്ടോമേഷൻ. അതായത് ഇവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരാ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യേണ്ടി വരുന്നുണ്ടോ, അത് സിസ്റ്റമാക്കി ഓട്ടോമേറ്റ് ചെയ്യണം. മെഷീനെ ഏൽപ്പിച്ചേക്കണം. മെഷീൻ, നമ്മളല്ല. മെഷീൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മളുടെ ഓട്ടോമേഷൻ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കിങ് മേക്കേഴ്സ് കമ്പനിയുടെ. അതായത് നമ്മളുടെ ആഡ് ഇടുന്നു, ആഡ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോകുന്നു, സോഷ്യൽ മീഡിയയിൽ പോകുന്നതിൽ നിന്ന് നേരെ ലാൻഡിംഗ് പേജിലേക്ക് ലീഡ്സ് വരുന്നു. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ലാൻഡിംഗ് പേജ് വരുന്നു. ലാൻഡിംഗ് പേജിൽ കംപ്ലീറ്റ് വെബിനാറിനെ കുറിച്ചുള്ള വീഡിയോസും Q&A എല്ലാ സാധനവും, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ കിടപ്പുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായ ഉത്തരവ് അതിൽ കിട്ടുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നു. ആ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് നമ്മളുടെ സൂമിന്റെ ലിങ്ക് വരുന്നു. നിങ്ങൾ സൂമിൽ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾ വെബിനാറിലേക്ക് വരുന്നു. വെബിനാറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിങ്സ് ക്ലബിലേക്കുള്ള ഇൻവിറ്റേഷൻ മെയിലിൽ വരുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നു, പേയ്മെന്റ് അടയ്ക്കുന്നു, നിങ്ങൾ കിങ്സ് ക്ലബിൽ വരുന്നു. കിങ്സ് ക്ലബിൽ വന്നു കഴിയുമ്പോൾ കിങ്സ് ക്ലബിന്റെ രജിസ്ട്രേഷൻ, വാട്സപ്പ് ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പ്, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കും. ഇതാണ് ഓട്ടോമേഷൻ. കംപ്ലീറ്റ് കാര്യങ്ങൾ എവിടൊക്കെ മെഷീൻസിനെ ഏൽപ്പിക്കാവോ, ടെക്നോളജി കൊണ്ടുവരാവോ, AI കൊണ്ടുവരാവോ, അതെല്ലാം അവിടെ ഏൽപ്പിക്കുന്നു. അതിന്റെ ഗുണം എന്താ? ഡു ഓവേഴ്സ് കുറയുന്നു. എന്താണ് ഡു ഓവർ? ഒരേ കാര്യം പലതവണ ചെയ്യേണ്ടി വരുന്നില്ല. അതാണ് ഡു ഓവർ. ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ, അത് അക്കൗണ്ട്സിലായിക്കോട്ടെ, അത് ബാങ്കിങ്ങിലായിക്കോട്ടെ, അത് പർച്ചേസിലായിക്കോട്ടെ, പ്രൊഡക്ഷനിലായിക്കോട്ടെ, ഡെലിവറിയിലായിക്കോട്ടെ, മാർക്കറ്റിംഗ്, സെയിൽസ്, എന്ത് കാര്യത്തിലും അവിടെ ഓട്ടോമേഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റ് കീപ്പർ ഗ്രീൻ ഫ്ലാഗ് പൊക്കിത്തരും, ആ ഗേറ്റ് തുറന്നു തരും. എങ്കിൽ ഈ 6 ഗേറ്റ് ഗ്രീൻ ആയാൽ, ഈ 6 ഗേറ്റ് ഇവർ പൊക്കി തന്നാൽ, യു ക്യാൻ ഗോ ഫോർ എക്സ്പാൻഷൻ. നമ്മുടെ സെഷൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ്സ്. 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി
എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. നിങ്ങൾ തന്ന പൈസയ്ക്കുള്ള പണി ഞാൻ ചെയ്തു കഴിഞ്ഞു. കാരണം 11,800 രൂപ തന്നപ്പോൾ അതിൽ 1,800 രൂപ ഗവൺമെന്റിന് ഞാൻ കൊടുക്കുന്നു. ബാക്കി 10,000 രൂപ. ആ 10,000 രൂപയുടെ പണി ചെയ്തു കഴിഞ്ഞു. കാരണം ഇതറിയാതെ നിങ്ങൾ എക്സ്പാൻഷനിലേക്ക് പോയിരുന്നെങ്കിൽ ലക്ഷങ്ങളും കോടികളുമായിരിക്കും നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നത്. ആ നഷ്ടം ഇപ്പോ ലാഭമായി ദാ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുക. സോ ഒന്ന് തോളയിലൊന്ന് തട്ടിയേരെ. കൊള്ളാടാ മോനെ, കൊള്ളാം. പുതിയൊരു കാര്യം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ഈ ലോകത്ത് നമ്മളെ ആരും അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല. ഒരുത്തനും ഇന്ന് വരെ നമ്മുടെ തോളെ തട്ടി കൊള്ളാം കേട്ടോ, അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ. നമ്മൾ പലരുടെയും തോളെ തട്ടും, നമ്മുടെ തോളയിൽ ആരും തട്ടാനില്ല. പക്ഷേ കരണത്ത് തട്ടാൻ ഒരുപാട് പേരുണ്ട്. ഒരു തെറ്റ് പറ്റിയാൽ കുറ്റപ്പെടുത്താൻ ഒത്തിരി പേരുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മ കാണാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഭിനന്ദിക്കണം കേട്ടോ. ഒന്നുകൂടെ ഒന്ന് തോളെ തട്ടിക്കേ. യെസ്, ഗുഡ് ലേണിംഗ്. യെസ്. ഈ 6 ഗേറ്റ് കടക്കാതെ എക്സ്പാൻഷനിലേക്ക് പോരുത്. ക്ലിയർ? ഇനി ആർക്കൊക്കെയാണ് ഇവിടെ ഒരു 10 കോടിയുടെ ഒരു ബിസിനസ്സിലേക്ക്, അതായത് ഒരു $1 മില്യൺ ബിസിനസ്, 10 കോടി ഇന്ത്യൻ രൂപ എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു $1 മില്യൺ അങ്ങനെ ഒരു ബിസിനസ്, അങ്ങനെ ഒരു പ്രോഫിറ്റ് നേടേണ്ട, ഒരു മില്യൺ പ്രോഫിറ്റ് നേടാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. 1 മില്യൺ പ്രോഫിറ്റ്. ഈ 1 മില്യൺ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഓക്കെ, ഇത്രയും പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങളുടെ ഉദ്ദേശം ഈ പറയുന്ന ഒരു മില്യണയർ ആകുക, നിങ്ങളുടെ നെറ്റ്വർത്തിൽ, നിങ്ങളുടെ പ്രോഫിറ്റിൽ ഒരു മില്യണയർ ആകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇത്രയും മെനക്കേടിനൊന്നും പോകണ്ട. ദാ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. 1 അട്രാക്ഷൻ, 2 റിറ്റൻഷൻ, 3 ഒപ്റ്റിമൈസേഷൻ. ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ യു ക്യാൻ ഏൺ യുവർ ഫസ്റ്റ് മില്യൺ. നിങ്ങളുടെ ആദ്യത്തെ മില്യൺ നേടാൻ, ആദ്യത്തെ 10 കോടി രൂപയുടെ ലാഭം നേടാൻ ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആക്കിയാൽ മതി. അതിന് ഇതിലോട്ടോ പോകേണ്ട കാര്യമില്ല. ആർ യു വിത്ത് മീ? ഇതാണ് നമ്മൾ അടുത്ത 3 ദിവസം പഠിക്കാൻ പോകുന്നത്. ഇതിലോട്ടൊന്നും പോകാറായിട്ടില്ല നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ സിസ്റ്റത്തെ കുറിച്ച് പറയാൻ നമുക്ക് സമയമില്ല, ഡെലിഗേഷനെ കുറിച്ച് പറയാൻ സമയമില്ല, ഓട്ടോമേഷനെ കുറിച്ച് പറയേണ്ട കാര്യവുമില്ല. കാരണം അതൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് പഠിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് പരമാവധി പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം. അതിന്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ. റെഡി? യെസ്. ഒരു കാര്യം, നമ്മൾ ഈ 3 സ്റ്റെപ്പ് കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ 3 സ്റ്റെപ്പ് അത്യാവശ്യം നന്നായി നടക്കുന്നവർക്ക് കടമൊക്കെ വീട്ടാൻ പറ്റും. ഈ 3 സ്റ്റെപ്പ് എക്സലന്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള നെറ്റ്വർത്ത് ഉണ്ടാക്കാനുള്ള ഇൻകം ബിസിനസ്സിൽ നിന്ന് കിട്ടും. അതുപോലെ യെസ്. ഇതൊരു നമ്മുടെ ബിസിനസ്സിനെ മൊത്തത്തിൽ ഒരു ഹെവി ട്രക്കാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ബിഗർ പിക്ചർ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക്, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഈ ബിസിനസ്സിനെ ഒരു വലിയ ട്രക്കായിട്ട് കാണുക. ആ ട്രക്കിന്റെ 6 വീലാണ് ഇത് എന്ന് വിചാരിക്കുക. 6 വീലാണ്. ഈ 6 വീലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വീല് പഞ്ചറായാൽ ഈ വണ്ടി മുന്നോട്ട് നീങ്ങുമോ? എഞ്ചിൻ ഭയങ്കര പവർഫുള്ളാ, വണ്ടി ഭയങ്കര വലുതാ, ഒത്തിരി ലോഡ് കയറും, പക്ഷെ ഒരു ടയർ പഞ്ചറായാൽ അത് നീങ്ങില്ല. ഒരു ടയറിൽ കാറ്റ് കുറവുണ്ടെങ്കിൽ ബാക്കി 5 ഇനി എത്ര സ്ട്രോങ് ആയാലും, ഇവിടെ കുറച്ച് പേര് ഇതിന് എല്ലാം ഗ്രീൻ പറഞ്ഞു, ചിലര് 50-50 പറഞ്ഞു. അവിടെ എൻ്റെ ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാനുള്ള, ഈ ഗ്രീൻ പറയുന്നവരോട് ഇതിലേതെങ്കിലും ഒരു ടയറിന്റെ കാറ്റ് കുറഞ്ഞാൽ മതി,
വണ്ടി നീങ്ങില്ല. ബാക്കി 5 ടയറും പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കും, പുതിയതായിരിക്കും. പക്ഷെ ഒരെണ്ണം പഞ്ചറായോ കാറ്റില്ലാതെയോ കിടന്നാൽ പോയി, ആ വണ്ടി ഉപയോഗശൂന്യമാണ്. ആ വണ്ടി വലിക്കില്ല. ക്ലിയർ ആവുന്നോ? സോ ഈ 6 ഗേറ്റിൽ നമുക്ക് യെസ് കിട്ടാൻ പറ്റണം. അതിൽ ഒന്നാമത്തെ ഗേറ്റ് നമുക്ക് നോക്കാം, അട്രാക്ഷൻ. അട്രാക്ഷൻ പഠിക്കാം. റെഡി? യെസ്. ഇനി ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞിങ്ങോട്ട് തന്നെ ഒന്നുകൂടെ നോക്കിയേ. ഇതിൻ്റെ അകത്ത് ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത്. വാട്ട് ഈസ് അട്രാക്ഷൻ? മാർക്കറ്റിംഗ്. റിറ്റൻഷനിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? സെയിൽസ്. ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? റിവോപ്സ്. റിവോപ്സ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഓപ്പറേഷൻസ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. പേടിക്കണ്ട, പേരൊന്നും കേട്ട് പേടിക്കണ്ട. റവന്യൂ ഓപ്പറേഷൻസ് ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ 1 മാർക്കറ്റിംഗ്, 2 സെയിൽസ്, 3 റിവോപ്സ് അല്ലെങ്കിൽ റവന്യൂ ഓപ്പറേഷൻസ്. ഇത് 3 പഠിച്ചാൽ മതി തൽക്കാലം. സോ ഒന്നാമത്തത് മാർക്കറ്റിംഗ് പഠിക്കാം. നമ്മളൊരു ബിസിനസ് ആശയവുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ന്യൂറോപാത്ത് സെറ്റ് ചെയ്യേണ്ടത്, നമുക്ക് റിസൾട്ട് കൊണ്ടുവരേണ്ടത്, നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് സ്കില്ലാണ് നമുക്ക് വേണ്ടത്.